ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റൽ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. വയനാട്ടിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ രാവിലെ തന്നെ കേട്ടിട്ടുള്ളത്. അർദ്ധരാത്രി 2 മണിക്ക് വയനാട് ചൂരൽമലയിൽ വൻ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ട് ഒരുപാട് വീടുകൾ അതിലകപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഏകദേശം 8 പേരോളം മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് വയനാട്ടിൽ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടുത്തെ ചില ദൃശ്യങ്ങൾ കണ്ടു നോക്കാം, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ. ചൂരൽമല, മുണ്ടക്കായ്, അതുപോലെ തന്നെ സ്കൂൾ റോഡ് പരിസരങ്ങളിലാണ് ഈ ഒരു എന്താ പറയാ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത്. വില്ലേജ് റോഡ് ഭാഗത്ത് വെള്ളം കയറി ആളുകൾ കുടുങ്ങിയതായിട്ടും ഇപ്പോ അവിടെ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സിജാഖിന്റെ പിന്നെ കസേരയൊക്കെ ആണെന്നാ തോന്നുന്നത്. അവിടെ കണ്ടില്ല, ലൈന് കണ്ടോ? നമ്മള് മെയിൻ ലൈനാണ്, പോസ്റ്റ് ലൈന് മണ്ണിന്റെ അടിയില്ല, നമ്മളെ പിന്നെ ഇതിന്റെ ഉള്ളില ചൂരൽമല പാലാണ് ഈ കാണുന്നത്. നമ്മളെ അലിയ കുഞ്ഞമ്മക്കാന്റെ അപ്പൊ എന്റെ മുന്നത്തെ അവസ്ഥ കണ്ടോ ആളുകള്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇത് ചൂരൽമല അങ്ങാടിയാണിത്. നോക്കണം നമുക്ക്. ചൂരൽമല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ. റോഡ് JCB വെച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താനുള്ള. ചൂരൽമല അങ്ങാടിയിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവരൊപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. പല ടെറസിന്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ട് കൊണ്ടുപോകുന്ന രംഗാണത്. ഇത് ചൂരൽമല പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ്. ഓക്കെ. പിന്നെ ഒരു ജീപ്പ് ഇതാ കിടക്കണ്. ഒരു ജീപ്പ് എടുക്കണുണ്ടോ? ചൂരൽമല ടൗണാണ് ഇപ്പൊ കാണുന്നത്. ചൂരൽമല അങ്ങാടിയാണ്. ഇതാ കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല. കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്. വയനാട് ചൂരൽമലയിൽ സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണത്. കാരണം അർദ്ധരാത്രി 2 മണിക്കാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത്. വലിയൊരു ശബ്ദത്തോടു കൂടി ആണ് ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചത്. ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് ചുറ്റുഭാഗത്തുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഈ ഒരു ഭയാനകമായ സംഭവം കാണുന്നത്. അതുപോലെ തന്നെ അവിടെ ഇപ്പോ രക്ഷാപ്രവർത്തനങ്ങളും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലും ഇപ്പോ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾക്കല്ലാത്ത മറ്റുള്ള വാഹനങ്ങൾക്കാണ് ഗതാഗതം. ഇവിടേക്ക് ആവശ്യമായ ആംബുലൻസ്, ഫയർഫോഴ്സ് വരുന്നതിനൊക്കെ വേണ്ടിയാണ് ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോ കേരളത്തിൽ മിക്കവാറും ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടും ഇന്നും പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നിന്നൊക്കെ മാറിയിട്ട് സുരക്ഷിതമായിട്ടുള്ള മറ്റുള്ള സ്ഥലത്ത് തന്നെ എത്രയും പെട്ടെന്ന് മാറാൻ നോക്കുക. പിന്നെ ഈ പുഴയോരത്തൊക്കെ താമസിക്കുന്നവരും അതുപോലെ തന്നെ അവിടെയൊക്കെ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ നല്ലൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നതാണ് നല്ലത്. കാരണം ഇപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവനെ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. അപ്പൊ എല്ലാവരും സുരക്ഷിതമായ സ്ഥലത്തേക്ക് തന്നെ മാറണം. എല്ലാവരും ജാഗ്രത പാലിക്കുക. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.